വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവും കേട്ടോ. ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് ഒരു ഈവനിങ് ഒരു സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ട് ലൈറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ഫസ്റ്റ് ടൈമാണ് എന്നെ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമൻറ്റിൻ്റെ മെസ്സേജിൻ്റെയും റിപ്ലൈ ആണ് കേട്ടോ. റിപ്ലൈ എന്ന് വെച്ചാൽ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്, ചേച്ചി ഞങ്ങളുടെ ഇങ്ങനെ ഞങ്ങൾ കറുത്തിരിക്കുകയാണ്, സ്കിന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടി എന്താ ചെയ്യുക, സ്കിന്ന് കളർ വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ക്രീമാണ് യൂസ് ചെയ്തത്, എന്ത് ക്രീമാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ എനിക്ക് ഈ റീസെൻ്റ് ആയിട്ട് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വൈറ്റ് അല്ല, ഞാൻ ഡസ്കി സ്കിൻ ടോൺ ആണ് എന്നൊക്കെ ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ചിലപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതെന്ന് തോന്നിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ടും പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫേസ് നല്ല ഡാർക്കുമായിരിക്കും, നമ്മുടെ ബോഡി വന്നിട്ട് നല്ല ബ്രൈറ്റും ആയിരിക്കും. അതായത് നമ്മുടെ ഫിഗറും പറഞ്ഞിട്ടുണ്ടാവും ബോഡിക്ക്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ എനിക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എൻ്റെ ബോഡിക്ക് നല്ല കളറുണ്ട്, ഫേസിന് കളറില്ല, ഇതിപ്പോൾ ആര് കാണിക്കാനാണ് ബോഡിക്ക് ഇത്രയും കളർ കൊടുത്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഞാൻ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, അവർ അതിന് വേണ്ടിയിട്ട് ഫേസ് പാക്കുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇടുന്നുണ്ട് കേട്ടോ. ഫേസിൻ്റെ ബോഡിയുടെ കളറൊക്കെ ഇട്ടാൻ വേണ്ടി ഇതാണ് എൻ്റെ ഒറിജിനൽ കളറ്, ഫേസിൻ്റെ കളർ ഇത് എന്തെങ്കിലും ഇടുമ്പോഴത്തേക്ക് മാറും, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഫേസ് പാക്കുകളും ഇങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് മെയിനായിട്ടും പറയാനുള്ള കാര്യം, നിങ്ങളുടെ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഫേസ് അങ്ങനെ നമുക്കൊരു ഡിസ്കളറേഷൻ അങ്ങനെ ഉണ്ടാവുന്നത് എന്ന് നോക്കുക. റിങ്കിൾസ് കൂടുതലായിരിക്കും, ഏജ് കൂടുതൽ തോന്നിക്കും, നമ്മുടെ പ്രായത്തിനെക്കാളും കൂടുതലുള്ള ഏജ് തോന്നിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഡിസ്കളറേഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് തോന്നിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. എങ്ങനെയാ എന്ന് വെച്ചാൽ നമ്മളൊന്ന് ചിന്തിക്കുക കേട്ടോ. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ നമുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ബോഡി, അതായത് നമ്മുടെ ബോഡി കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഈ ഫേസിൽ ഇങ്ങനെ കൂടുതൽ കാണിക്കുന്ന ഡാർക്ക്നെസ്, ഓവറായിട്ട് ഡാർക്ക്നെസ്, അവിടെ ഇവിടെ ആയിട്ട് നമ്മുടെ കവിളിൽ ഈ ഭാഗങ്ങൾ അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ബോഡി. നമ്മൾ പുറമേ ഫേസ് ക്രീമുകൾ, ഫേസ് പാക്കുകളോ ഒന്നും ഇടുന്നതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും വയ്യായികയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഡൈജഷൻ പ്രോബ്ലം, ലിവർ പ്രശ്നങ്ങളോ അതിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ, ഡൈജഷൻ പ്രോബ്ലം, ബ്ലോട്ടിങ്, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം നോക്കുക. ഈ ഫേസിൽ കൂടെ പ്രശ്നങ്ങൾ വരുന്നത് ഈ വയറ് സംബന്ധമായുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ കൂടുതലും ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു ലക്ഷണമാണ് നമ്മുടെ ഫേസിന് കൂടുതൽ കറുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ കണ്ടിട്ടുണ്ടോ കുറേ പേരുടെ ഫേസിൻ്റെ ഇവിടെയൊക്കെ കറുത്തിങ്ങനെ ഇരിക്കാം, ലിവർ റിലേറ്റഡ് ആണ് കേട്ടോ അങ്ങനെയൊക്കെ കൂടുതൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഉള്ളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഫേസ് പാക്കുകളോ അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക. എങ്കിലും മാത്രമേ നമുക്ക് അതിന് റിസൾട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്തിട്ടും റിസൾട്ട് കിട്ടുന്നില്ല, ഫേസ് പാക്കുകൾ ഇട്ടിട്ടൊന്നും റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ല, ഞാൻ ഇതിട്ടിട്ടോ എനിക്കൊന്നും റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഉള്ളിലാണ് പ്രശ്നം. അതൊന്ന് ക്ലിയർ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതൊന്ന് ഓക്കെ ആകത്തുള്ളൂ. അപ്പം നമുക്ക് വയർ സംബന്ധമായിട്ടുള്ളതായിരിക്കും കൂടുതൽ. പിന്നെ എനിക്ക് പറയാനുള്ളത് തൈറോയ്ഡ്, ഇൻഫ്ലമേഷൻ, ഫാറ്റി ലിവർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടും ഇത് വരാൻ കേട്ടോ. മെയിനായിട്ടും തൈറോയ്ഡാണ്. തൈറോയ്ഡ് കൂടുതൽ വരുമ്പോഴത്തേക്കാണ് കൂടുതൽ പേർക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ, മെയിനായിട്ട് ഞാൻ പറയുന്നത് തൈറോയ്ഡിൽ വരുമ്പോഴത്തേക്കാണ് ഈ ഫുഡ് കൂടുതലും ഗോതമ്പ് അടങ്ങിയത് അതൊക്കെ ഒന്ന് കുറയ്ക്കുക. തൈറോയ്ഡ് വരുമ്പോഴത്തേക്ക് മെയിനായിട്ടും ഗോതമ്പ്, അതായത് ഗ്ലൂട്ടൻ അടങ്ങിയ ഫുഡുകളൊക്കെ ഒന്ന് ഒഴിവാക്കുക. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ കുറച്ച് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, IgE എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. തൈറോയ്ഡ്, ഫാറ്റി ലിവർ ഉണ്ടോ, നമുക്ക് ഡൈജഷൻ പ്രോബ്ലം ഉണ്ടോ, അതൊക്കെ ഒന്ന് നോക്കുക. അതൊക്കെ നോക്കിയിട്ട് എല്ലാം ഓക്കെ ആക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓക്കെ ആക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, വിറ്റാമിൻ ഡി ഇത് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ അതൊക്കെ അടങ്ങിയ ഫേസ് പാക്കുകൾ, ഫേസ് ക്രീമുകൾ യൂസ് ചെയ്യുക. ഞാൻ മെയിനായിട്ടും
എൻ്റെ ഫേസ് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വിറ്റാമിൻ ഇ ആണ് കേട്ടോ. അത് നമ്മുടെ ഇവിയോൺ എനിക്ക് നല്ല റിസൾട്ട് തന്ന ഒന്നാണ്. ഇവിയോൺ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല റിസൾട്ടാണ്, അടിപൊളി സാധനമാണ്. അപ്പം നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ബോഡിയിൽ ഇതൊക്കെ ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾ ഇവിയോണൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ വിറ്റാമിൻ ഡി, വിറ്റാമിൻ കെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ omega-3 ഫാറ്റി ആസിഡ് അത് ദിവസവും കഴിക്കുക കേട്ടോ, നല്ലതാണ് കേട്ടോ നമ്മുടെ ബോഡിക്ക്. omega-3 ഫാറ്റി ആസിഡ് കഴിക്കുക, നമ്മുടെ ഫ്ലാക്സീഡ് ഇറങ്ങിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നമ്മുടെ ബോഡിക്ക് ബെസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് പുറമെ തന്നെ നമ്മുടെ ബോഡിക്ക് ഉള്ളും കൂടിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അങ്ങനെ നമുക്ക് ഫുഡ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ സംബന്ധിച്ച് കൂടാതിരിക്കാനുള്ള ഫുഡൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക. മെയിനായിട്ടും തൈറോയിഡാണ്, എനിക്കും തൈറോയിഡ് ഉണ്ടായിരുന്ന ഒരാളാണ്, ഇപ്പോഴും ടാബ്ലറ്റ് കഴിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ രീതിയിൽ ഒരുപാട് മാറ്റം, എനിക്ക് തൈറോയിഡ് വന്നപ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞില്ല, എനിക്ക് വന്നപ്പോഴത്തേക്കും ഈ ഏരിയ നല്ല ഡാർക്കായി, കഴുത്ത് ഭാഗം വരുമ്പോഴത്തേക്കും ഈ ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഡാർക്കായും തടിച്ചു, ഫേസൊക്കെ നല്ലതായിട്ട് ഉരുണ്ടു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കാണ് ഞാൻ തൈറോയിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോഴത്തേക്കാണ് മനസ്സിലായത് തൈറോയിഡ് കൂടി നിൽക്കുകയാണ് എന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഫേസ് പാക്കുകളും ബാക്കി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എനിക്കിതൊന്നും നിങ്ങൾക്ക് പറയണമായിരുന്നു കേട്ടോ. നിങ്ങൾ അല്ലാണ്ട് വെറുതെ പോയി കുറേ ക്രീമുകൾ അങ്ങനെ വാരി തേച്ചു എന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും റിസൾട്ട് കിട്ടണമെന്നില്ല. ഫേസ് നമ്മൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാവും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ കുറച്ച് ഫേസ് പാക്കുകളും ഫേസ് ക്രീമുകളും എന്തൊക്കെയാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ ഇവിയോൺ അടിപൊളിയാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പിന്നെ അലോവേര അടിപൊളിയാണ്. ഇതൊക്കെ ഓവറായിട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഞാൻ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അലോവേര ജെല്ല്, ഇവിയോൺ രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് രാത്രി കിടക്കുമ്പോഴത്തേക്ക് ഇട്ട് കിടക്കുക. അവിടെ എഴുന്നേറ്റിട്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇടുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ഉറപ്പാണ്, എൻ്റെ ഉറപ്പായിട്ടും കിട്ടും. അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ഫേസ് പാക്കുകൾ കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വീക്കിലി ചെയ്തിരുന്ന ഫേസ് പാക്കുകളും ഫേഷ്യലിൻ്റെ കാര്യങ്ങൾ വീട്ടിലിരുന്നിട്ട് തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പോൾ ഇതായിരുന്നത്തെ വീഡിയോ. നിങ്ങളുടെ സംശയങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ സ്കിൻ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കുക, നമ്മുടെ ബോഡി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കുക. അപ്പോൾ ഇതായിരുന്നുണ്ട് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.